ഹലോ എവരി വൺ വെൽക്കം ടു കീം ബൈറ്റ്. ഇതൊരു കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു ചാനലാണ്. ഇങ്ങനെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കെമിസ്ട്രിയിലെ ടോപ്പിക്സ് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി നോട്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയും, ഷോർട്ട് നോട്ട്സ് ആയിട്ട് എങ്ങനെ പഠിക്കാം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് മെയിൻലി നമ്മളിതിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ്. കറൻ്റ്ലി നമുക്ക് 118 എലമെൻറ്റ്സുകളാണ് നമ്മുടെ, അല്ലെങ്കിൽ മൂലകങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ അറിയുന്നതായിട്ടുള്ളത്. അതിനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ നിരകളായിട്ട്, റോസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളതിനെ പീരിയഡ് എന്നാണ് പറയുന്നത്. കോളനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫാമിലി എന്നാണ് പറയുന്നത്. ഈ മെയിൻലി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ഉള്ളത് കൊണ്ട് നമുക്കുള്ള ഹെൽപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെയും അതിൻ്റെ നേച്ചറിനെയൊക്കെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി നന്നായി മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് റോസ് ആയി കാണപ്പെടുന്നതിനെ നമ്മൾ പീരിയഡ് എന്നും, കോളനായി കാണപ്പെടുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും, ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫാമിലി എന്നുള്ളതിലാണ് പറയണത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പീരിയഡും അതുപോലെ ഗ്രൂപ്പും. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7 ഹൊറിസോണ്ടൽ റോസുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഒരു പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡും 18 ഗ്രൂപ്പുകളും ഉണ്ട്. പീരിയഡിൽ നമ്മൾക്ക് ഓരോ വട്ടം ഗ്രാജ്വലി അക്രോസ് ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാജ്വലി ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻസുകൾ, അതായത് സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെൻസുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ സിമിലർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസുകൾ എപ്പോഴും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പം നമുക്ക് അവരുടെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ ഒന്നുകൂടി എളുപ്പമാണ്. അതായത് സെയിം ഗ്രൂപ്പിൽ വരുന്ന 18 ഗ്രൂപ്പുകളുണ്ട്. അതിൽ സെയിം ഗ്രൂപ്പുകളിലുള്ള എലമെൻസുകൾ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. അവരുടെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പോൾ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണ് നമ്മുടെ എന്തിൽ കാണപ്പെടുന്നത്, പീരിയോഡിക് ടേബിളിൽ കാണപ്പെടുന്നത്. പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ നമുക്ക് മെയിൻലി എന്തായിട്ട് ചെയ്യാം, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: മെറ്റൽ, നോൺ മെറ്റൽ, മെറ്റലോയിഡ്. അപ്പം മെറ്റൽ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ആൻഡ് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയാം. മെറ്റലുകൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. എങ്ങനെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചാലകങ്ങളായി പ്രവർത്തിക്കുക എന്ന് പറയും നമ്മൾ. അതെന്താണെന്ന് വെച്ചാൽ വൈദ്യുതിയെയും അതുപോലെ ഹീറ്റ് അതുപോലെ ഇലക്ട്രിസിറ്റി രണ്ടിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമുക്ക് വൈദ്യുതിയും ഹീറ്റൊക്കെ കടത്തിവിടാൻ സഹായിക്കുന്ന ചാലകങ്ങളായിട്ട് നമുക്ക് മെറ്റലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തിളക്കമുള്ളവയായിരിക്കും. അതുപോലെ നമുക്ക് ഏത് രൂപത്തിലേക്കും ഏത് ഇതിലേക്കും മാറ്റാൻ കഴിയുന്ന മേലിയബിൾ ആയിട്ടുള്ളവയായിരിക്കും. ഡക്റ്റൈലുകളും ആയിരിക്കും. അതായത് നമുക്കതിനെ അടിച്ചു പരത്തി അതിൻ്റെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന തരത്തിലുള്ളവയായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റലുകൾ എന്ന് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിളുകളായിട്ട് നമുക്ക് സോഡിയവും അയൺ, കോപ്പർ പോലെയുള്ളവയൊക്കെ മെറ്റലിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോൺ മെറ്റൽ എപ്പോഴും പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ കാണപ്പെടുന്നത്. മെറ്റലിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നോൺ മെറ്റൽ എന്നുള്ള പേരുള്ളത് കാണിക്കുന്നത് പോലെ തന്നെ എന്തായിരിക്കും, വൈദ്യുതിയും ഹീറ്റും ഒന്നും കടത്തിവിടാത്തവയായിരിക്കും. അതായത് പുവർ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് അവർ കാണപ്പെടുന്നത്. ബ്രിറ്റിലായിരിക്കും. അതുപോലെ ഗ്യാസസ് ടൈപ്പുകളിലായിരിക്കും ചിലത് കാണപ്പെടുന്നത്. എക്സാമ്പിൾ ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ പോലെയുള്ളവയൊക്കെ എന്താണ്, നമുക്ക് നോൺ മെറ്റൽസിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇനി മെറ്റലോയിഡുകൾ എന്ന് പറഞ്ഞാലോ, മെറ്റലുകൾക്കും നോൺ മെറ്റലുകൾക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന നേച്ചേഴ്സ് എന്തായിരിക്കും, അവരുടെ പ്രോപ്പർട്ടി മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസുകൾ കാണിക്കുന്നത്. അതായത് 2 പ്രോപ്പർട്ടീസുകളും അവർക്കുണ്ട്. അങ്ങനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സാമ്പിൾ ബോറോൺ, സിലിക്കൺ, ആർസനിക് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, നോൺ മെറ്റലോയിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ തുടക്ക ഭാഗങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പാർട്ട് 1 ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്.
And thank you for watching my video. Thank you.